വികസന പ്രവർത്തനങ്ങൾക്ക് സംഭാവനകൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് തദ്ദേശ വകുപ്പ്. 6ാം ധനകാര്യ കമ്മീഷൻ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. ഭൂമിയും പണവും പരമാവധി സംഭാവനയായി വാങ്ങാം. സ്പോൺസർഷിപ്പ് പ്രോത്സാഹിപ്പിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും അതുപോലെ തന്നെ സെക്രട്ടറിമാർക്കും നൽകിയ സർക്കുലറിൽ പറയുന്നു. ഒരു പ്രത്യേക ആവശ്യത്തിന് സമാഹരിച്ച സംഭാവന അതേ ആവശ്യത്തിന് മാത്രമായി വിനിയോഗിക്കുന്നെന്ന് ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. വിജിൻ, എന്താണ് ഇങ്ങനെയൊരു തീരുമാനത്തിന് പിന്നിൽ? പണവും അതുപോലെ തന്നെ ഭൂമിയും അടക്കം സംഭാവനയായി സ്വീകരിക്കാം എന്നാണോ തീരുമാനം? തീർച്ചയായും ദിവ്യ, 2018ലെയും 2019ലെയും പ്രളയത്തിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള സംഭാവനകൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. തദ്ദേശ വകുപ്പ് പ്രത്യേകിച്ച് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 6ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരം ഇത്തരത്തിലൊരു സർക്കുലർ ഇപ്പോൾ തദ്ദേശ വകുപ്പ് അയച്ചിരിക്കുകയാണ്. അത് തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഒപ്പം തന്നെ തദ്ദേശ ഭരണ സെക്രട്ടറിമാർക്കുമാണ് ഈ സർക്കുലർ നിലവിൽ അയച്ചിട്ടുള്ളത്. എന്തായാലും ഇതിൽ വ്യക്തമാക്കുന്നത് CSR ഫണ്ടും ഒപ്പം തന്നെ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഭൂമിയോ പണമായോ സംഭാവനകൾ സ്വീകരിക്കാം എന്നുള്ളതാണ്. ഇതിന് എല്ലാ വർഷവും കണക്കുകൾ വെക്കണം. ഒരു പ്രത്യേക പദ്ധതിക്കായി വാങ്ങുന്ന ഈ പണം, സ്വീകരിക്കുന്ന സംഭാവന, അത് ആ പദ്ധതിക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള അത്തരം നിർദ്ദേശങ്ങളുണ്ട്. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ എല്ലാ വർഷവും ഈ കണക്ക് കൃത്യമായി വിലയിരുത്തണം എന്ന കാര്യവും വ്യക്തമാക്കുന്നു. മറ്റേതെങ്കിലും തരത്തിൽ ഈ പണം ദുർവിനിയോഗം ചെയ്യുന്നത് തടയുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമാക്കിയുള്ള സർക്കുലറാണ് നിലവിൽ ഇപ്പോൾ തദ്ദേശ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി തദ്ദേശ സ്ഥാപനങ്ങളുടെ മേധാവികൾക്കും ഒപ്പം തന്നെ സെക്രട്ടറിമാർക്കും അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ കൂടുതൽ സംഭാവനകൾ സ്വീകരിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ, അത് സ്കൂൾ, ഒപ്പം തന്നെ ആരോഗ്യരംഗം, മറ്റ് മേഖലകൾ ഉൾപ്പെടെയുള്ളവ, റോഡ് വൃത്തിയാക്കൽ, റോഡിൻ്റെ നവീകരണ പ്രവർത്തികൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് ഒക്കെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ തദ്ദേശ വകുപ്പ് ഇറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വിവിധ അഭിപ്രായങ്ങൾ ഉയരുന്നു എന്നുള്ളതാണ്. ഒന്ന്, സ്വകാര്യ പങ്കാളിത്തത്തോടെ ഇത്തരം പദ്ധതികൾ കൂടുതലായി നടപ്പിലാക്കുമ്പോൾ അതിൽ എന്തൊക്കെ തരത്തിലുള്ള അപാകതകൾ ഉണ്ടാകും, ഏതൊക്കെ തരത്തിൽ ഈ ഫണ്ട് ദുർവിനിയോഗം ചെയ്യപ്പെടാം എന്നുള്ള കാര്യത്തിലുള്ള ആശങ്ക ഉൾപ്പെടെ ഉയരുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ധനകാര്യ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തന്നെ കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഒപ്പം തന്നെ സർക്കാരിനും സംഭാവന നൽകി കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അത് ഉപയോഗിക്കാം എന്നുള്ള താല്പര്യവുമായി മുന്നോട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ സംഘടനകൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നുമുണ്ട്. കൂടുതലായി അത്തരം സംഭാവനകൾ ലഭിക്കുന്നുമുണ്ട്. നേരത്തെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ പലതരത്തിലും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇത്തരം ഫണ്ട് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ അതിൻ്റെ നയപരമായ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശമാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ നൽകുകയും ചെയ്തിട്ടുള്ളത്. ദിവ്യ, ശരി. എന്തായാലും 6ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരമാണ് ഇങ്ങനെയൊരു തീരുമാനം വന്നിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആളുകളിൽ നിന്ന് ഭൂമിയും പണവുമൊക്കെ സംഭാവനയായി സ്വീകരിക്കാം എന്നാണ് ഉത്തരവിലുള്ളത്. വിവരങ്ങളാണ് വിജിൻ വായാന്തോട് നൽകുന്നത്.